ഇന്ന് നമ്മുടെ ബ്രൂണോയുടെ ഗൃഹപ്രവേശം എന്നങ്ങനെ പറയാൻ പറ്റില്ല, കാരണം മുന്നുണ്ടായിരുന്ന കൂടാണ്. പക്ഷെ അത് ഇവിടെയല്ല, പരിഹാരത്തായിരുന്നു. ഇതിപ്പോൾ അവന് ഇവിടെ നമ്മുടെ അണ്ണല്ലൂർക്ക് ഇപ്പോൾ മാറ്റിയുണ്ട്. അതുകൊണ്ട് അവൻ്റെ അഡ്രസ്സ് ഇതൊക്കെ മാറിയിട്ടുണ്ട്. അവന് ആദ്യമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ കൂട്ടിക്കെടുക്കുമ്പോൾ എന്തോ ഒരു അസ്വാസ്ഥ്യം. ബ്രൂണക്കുട്ട ഹായ് പറഞ്ഞേ, ഹായ്. ഹാപ്പിയാണ്, പക്ഷെ അവനക്ക് അറിയുന്നുണ്ട് അവനെന്താ വെച്ചാൽ ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു. എന്തെന്നാലും ബ്രൂണോ എന്തേ ചോറ് തിന്നിട്ടില്ല കേട്ടോ. ചോറ് തിന്നിട്ടുണ്ട്. ഒരു ട്രിപ്പ് കഴിഞ്ഞതാ, രണ്ടാമത്തെ ട്രിപ്പ് അതിന്റെ കോഴിക്കാല് തിന്നെടുത്തു. അതെ, ചിക്കൻ കാല് തിന്നവൻ. അവന് കരച്ചിലാണ്. അവനെ ഇവിടെ കൂട്ടിലിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അതെ, പവർ കുറച്ച് കൂടിയപ്പോ പരിഹാരത്തുനിന്ന് പോയി കൂട് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു. ഇപ്പൊ കയറൊന്നുമില്ല, ഒന്നുമില്ല. കഴുത്തിലൊരു വട്ടം പോലില്ല. മാലയിടാത്ത ആൾക്കാരെ പോലെ. എന്തേ കൊണ്ടുപോണാ? കുറച്ചേമ്പ് പോവാം, കുറച്ചേമ്പ് പോവാട്ടാ. അവനെ ഒറ്റപ്പെട്ട പോലെ തോന്നണം. അവനാണ് കൊണ്ടുപോട്ടാ, കുറച്ചേമ്പ് കറങ്ങുന്നു കേട്ടാ. കൂട്ടിക്ക് വന്നപ്പോ അവനൊരു ഇതായില്ലായിരുന്നു, കാണാൻ ഭംഗി. കൂട്ടില് പണ്ടായാലും അവൻ കിടക്കില്ല, അപ്പൊ തന്നെ ഒച്ച ഉണ്ടാക്കും. അവൻ എപ്പോഴും അകത്ത് AC ഇട്ട് കിടക്കണം, അല്ലെങ്കിൽ ഫാൻ ഇട്ട് കിടക്കണം, അങ്ങനെയാണ്. അച്ഛൻ ഇന്നലെ റൂമിലിരുന്ന് ചെയ്യുന്ന അവന് ഫാൻ ഇട്ട് കൊടുത്തപ്പോ ബ്രൂണോയുടെ കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ ആഡംബരമൊന്നും ഇല്ല. പക്ഷെ എന്തായാലും ഞങ്ങളൊക്കെയാണ് അതിൻ്റെ ഇത് റെഡിയാക്കി കൊടുത്തത്. ബ്രൂണോ ഇഷ്ടപ്പെട്ടാ നിനക്ക്? ബ്രൂണോയ്ക്ക് വീട് ഇഷ്ടായോ? അവന് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൻ എന്തൊരു ഏകാന്തത പോലെ തോന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ അവിടെ നീങ്ങുമ്പോൾ അവൻ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാണ് കിടന്ന്. ചൂടെടുക്കണ്ട എനിക്ക്? ഇല്ല, ചൂടെടുക്കില്ല. ഒരു മാവൊക്കെ ഉണ്ട് ഇവിടെ എടുത്തുണ്ടത്. ഒട്ടുമാവും തൈര ചോടയാണ് അവൻ്റെ ഒരു വീട്. മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ നിനക്ക് സുഖമായിട്ട് മാങ്ങ പഴുത്താൽ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ മാവിൻ്റെ ചോട അവനെ കൊണ്ട് കെട്ടി കഴിഞ്ഞാലേ മാങ്ങ വീഴുന്നത് ഫസ്റ്റ് അവൻ തിന്നും. അവന് ഇഷ്ടപ്പെട്ടത് അവൻ കടിച്ചു കയറി തിന്നും. ഇവിടെ പന്ത് വേണം, നിന്റെ പന്ത് വേണം കളിക്കാൻ. നിന്റെ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവരാട്ടോ, നിനക്ക് കിടക്കാനായിട്ട് കൊണ്ടുവരാട്ടാ. കണ്ട എന്തോരം വിഷമമുണ്ട് ഉള്ളില്. അവിടെ എന്നിട്ട് നിന്റെ പുതിയ വീട് താമസമായിട്ട് നീ എവിടെയാ? ചിലവൊന്നുമില്ലേ? എവിടെയാ അത്? മിഠായി എവിടെയാ? പായസം ഉണ്ടാക്കിയല്ലോ. എവിടെ മിഠായി? എവിടെയാ? ലഡു എവിടെയാ? ലഡു ആകുമ്പോ ഭയങ്കര ഗമ വെച്ച് ചേക്കുന്നത് കണ്ട, ഭയങ്കര ഗമ. ലഡു എവിടെയാ ബ്രൂണോ? ലക്കിനെ വിളിച്ച് പറയാം, എനിക്ക് എൻ്റെ കൂട് കൊന്നേന്ന് പറ. കുറേ ദിവസമായി ഞാൻ കൊണ്ടുവരണം വെച്ചു. പക്ഷേ ഇന്നാണ് അതിൻ്റെ ഇത് കിട്ടിയത്, കൂടെടുത്തോണ്ട് വരാനായിട്ട്. ഒന്നാമതിൽ കൂടിന് വെയിറ്റ് കൂടുതലെന്ന് വെച്ചിട്ട് ഞാൻ എടുക്കാൻ ബുദ്ധിമുട്ട് കാരണം പിന്നെ പോവാ മടിയായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ കുറുമ്പൻ ബ്രൂണോ. എല്ലാവരും കാണട്ടെ. ബ്രൂണക്കുട്ട പോവാ, നമുക്ക് പോണെങ്കിൽ നിന്റെ കഴുത്തിലെ വട്ടൊക്കെ ഇടണല്ലേ, ശരിയല്ല. ഇപ്പം നീ സുഖമായിട്ട് കിടന്ന് ഓടിക്കളിച്ചില്ലേ. അവനെ കഴുത്തിൽ വട്ട ഊരി വിട്ട് കഴിഞ്ഞാലേ അവൻ
ഇത്തിരി ഇതാണ് പുറത്തൊക്കെ കറങ്ങിയിട്ട് അവൻ്റെ ഇഷ്ടത്തിന് വരുള്ളൂ. അതുകൊണ്ട് പിന്നെ പകലൊക്കെ അയച്ചിട്ട് കഴിഞ്ഞാൽ കുറുക്കനുണ്ട് ഇവിടെ. കുറുക്കൻ്റെ വൈറസ് എല്ലാം കുറുക്കൻ കടിച്ചാൽ പിന്നെ നല്ല പണിയാണ്. അതാണ് ഏറെ ഇതിൻ്റെ കൂടെടുക്കാൻ കാരണം. കുറുക്കെന്ന് വെച്ചാൽ ഒരു 3-4 കുറുക്കന്മാർ ഒരുമിച്ച് വരണം. എന്തിയടാ ഇന്ത്യയുടെ സാരില്ലടാ പോട്ടെ, സാരില്ല പോട്ടെടാ. വെള്ളം അത് സങ്കടം വരുന്നുണ്ട് പാവം. വെള്ളം വേണം നിനക്ക്. അച്ഛന്റെ അടുത്ത് അച്ഛനെ നമുക്ക് ഇതിലിട്ടാലാ? അച്ഛൻ മതി അവന്. അച്ഛനും മോനും കൂടി ഇവിടെ കിടന്നോ അതിന്റെ കൂട്ടില്? അതെ, അച്ഛൻ മതി അവന്. കണ്ട അവന് ഇഷ്ടായി, ഒഴിഞ്ഞെടുത്ത് വിട്ടായി. ചെള്ളാണ് അതിന്റെ മേലെ പട്ടുണ്ണി. ഇന്ന് ബ്രൂണോന്റെ ഗൃഹപ്രവേശമാണ്. ഗൃഹപ്രവേശം പാല് കാച്ചലൊന്നും ഉണ്ടായില്ലെന്നുള്ളൂ. ആ പൊന്നു ചേച്ചിയോട് പറ ലഡു മേടിച്ചിട്ടുണ്ടാൻ പറ. പൊന്നു ചേച്ചി ഇപ്പൊ കാണാൻ പറ്റുമോ? അവിടെ നിന്ന് കാണാൻ പറ്റുമോ? ഇതിനെ കാണാൻ പറ്റണ്ട? ഇതേ ഇപ്പൊ കാണില്ലേ? ഇതേ അതിരിക്കണ്ട്, കൂട്ടിലുണ്ട്. ഇത് അതിന് ഭയങ്കര വിഷമമായിട്ടിരിക്കാം. വാ, അത് കണ്ടാ മതി, അതിന് കണ്ടാ മതി. നീ എവിടേക്കിന് പോണത്? അത് ചുറ്റി ചോദിക്കാട്ടോ. ആരെ ബ്രൂണോ? ലക്കീര അമ്മയാണോ പോണ്? ലക്കീര അമ്മയോട് പറഞ്ഞില്ല നീ? ലക്കി കുറുമ്പെടുത്ത് ഓടിപ്പോയി. ലക്കിന് ഇട്ടത് ബ്രൂണോന്റെ കൂട്ടുകാരൻ ലക്കിനെ ഇത് കടിച്ചു. എടേ കുളിക്കുന്ന പറഞ്ഞോ? ബ്രൂണോയുടെ കൂട്ടുകാരൻ ലക്കിനെ കുറുക്കൻ കടിച്ചു. അതാണ് ഞങ്ങൾക്ക് പേടി. അതുകൊണ്ടാണ് അവരും അയച്ചുവിടാത്തതിന്റെ കാരണം. അവൻ പിണക്കി. നീ പിണങ്ങിക്കോട്ടെ, നീ അവിടെ കിടന്നോട്ടാ. അതിൻ്റെ കൂടൊക്കെ തുരുമ്പായി തൊടിയല്ലേ? അതൊക്കെ നാളെ ഞാൻ പ്രൈമർ മേടിച്ചോണ്ടിരിക്കാം. നാളെ ബ്രൂണോന്റെ വീട് ഫുൾ പെയിന്റ് ചെയ്ത് തരാം കേട്ടോ. സുന്ദരക്കുട്ട പെയിന്റ് അടിക്കണം. അപ്പൊ ബ്രൂണോ ഒരു ദിവസം പുറമേ അതെ അതെ. അല്ല ഒരു നീ അവിടെ കിടക്കണം. കിടക്കാണ്ട് പറ്റില്ല ബ്രൂണോ, നീ അവിടെ കിടക്ക്. അതിന്റെ പന്തിട്ട് കൊടുക്കണേ പാവം കൊച്ചു കളിക്കട്ടെ. അതിന്റെ ഉള്ളിൽ കളിക്കാനൊക്കെ ടൈം വെക്കണെങ്കി അവന്. ആദ്യം ബ്രൂണോക്ക് ഇതിന്റെ പന്തിട്ടുണ്ടായിരുന്നു. അവനെ നല്ല കുറുമ്പില്ല നിനക്ക്? ഇന്നലെ ആരെ പിടിച്ച് കടിച്ച്? ഷെയ്ക്കാൻ്റെ ഇപ്പൊ തരും. ഇപ്പൊ തരും. അയച്ചെറിയ ഷെയ്ക്കിന്റെ പുറത്ത് കൊണ്ടുപോകണോ നിന്നെ? വാ ഷെയ്ക്കാൻ്റെ അച്ഛന് വെള്ളം കൊടുക്കട്ടാ. വെള്ളം കൊടുത്താൽ ദേഷ്യാണ് ഷെയ്ക്കാൻ്റെ തരാത്ത. അല്ലെങ്കിൽ എനിക്ക് മാത്രം അവൻ തരാറുണ്ട് ഷെയ്ക്കാൻ്റെ. പുറത്ത് പോകണോ? എന്നാ വാ വിട്ടിട്ടേ. പോവില്ലേ? കഴുത്തിലാ സാധനം കിട്ടും. എന്നിട്ട് കുഴപ്പമില്ല. അയച്ചോണ്ടേ അത് വേണം. അല്ല പിന്നെ കിട്ടില്ല. കഴുത്ത് ഓടിച്ചിട്ട് പിടി. വേണ്ട അവന്റെ കഴുത്തിലെ വട്ട ഊരാറില്ല. വട്ട ഊരാത്തിന്റെ കാരണം പിന്നെ പിടിച്ചാൽ കിട്ടില്ല. വെള്ളം കൊടുക്ക്. പൈപ്പ് ഉണ്ടാ? വെറുതെ കിടന്ന് ഒച്ചുണ്ടാക്ക. നമ്മള് ഇവന്റെ ഇതിൽ അടിയിൽ ഇന്റർലോക്ക് ഇട്ടേക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വേറെ എന്തെങ്കിലും കൂടി ചെയ്യും, അല്ലെങ്കിൽ ശരിയാവില്ല. മെയിൻലി അവൻ്റെ കുറുക്കൻ്റെ ശല്യവും പിന്നെ അവൻ്റെ കഴുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അവനിങ്ങനെ കിടന്ന് ഓരോ ആൾക്കാർ വരുമ്പോൾ അവന് പരിചയമില്ലാതെ കണ്ടോ, പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ അവനിങ്ങനെ കിടന്ന് കയറൊക്കെ പൊട്ടിക്കാൻ നോക്കും. അപ്പോൾ അവൻ്റെ കഴുത്തിന് ഇതാണ്, അത് ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ നമ്മൾ ലൂസാക്കി കെട്ടിയാലും അവൻ അതിന്ന് ഉരുട്ടിയിട്ട് അവൻ ഓടിപ്പോകും. അപ്പോൾ കൂടിലാണെങ്കിൽ അവന് കുഴപ്പമില്ലല്ലോ, അവൻ്റെ ഫ്രീ ആയിട്ട് അവന് നടക്കാം. കുറച്ചു നേരം കരയുന്നുള്ളൂ. ആ കരച്ചിൽ നമ്മൾ മൈൻഡ് ആക്കരുത്. മൈൻഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അകത്തിടേണ്ടി വരും.
വെള്ളമൊക്കെ അവൻ ഇങ്ങനെ കൊടുത്താലും കുടിക്കില്ല. അവന് പൈപ്പിൽ കൊടുത്തു. ഇപ്പൊ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞോണ്ട് ഇപ്പൊ കുടിക്കുമായിരിക്കും. വരാൻ വേണ്ടിട്ടാ നോക്കണേ. വെള്ളം കുടിച്ചോ. നമ്മള് പോകുമ്പോഴാട്ടോ കുടിക്ക. നമ്മള് കാണരുതെന്നൊക്കെ ഉണ്ടാവും. അതെ, പൈപ്പ് അല്ലെങ്കിൽ വാഷ് ബേസിനിൽ കേറി നിന്ന് കുടിച്ചോളും. ഓൺ ചെയ്ത് കൊടുത്താ, പൈപ്പ് ടാപ്പ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ കുടിച്ചോളും.